താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. പർവ്വതനിരയുടെ പനിനീരായിരുന്ന പെരിയാർ ഇന്ന് പർവ്വതനിരയുടെ കണ്ണീരായി മാറിയെന്നും പെരിയാറിന് ദിവസവും ഓരോ നിറങ്ങളാണെന്നും സാഹിത്യകാരൻ സേതു. ആലുവയിൽ കവി ശിവൻ മുപ്പത്തടത്തിന്റെ പ്രഥമ കവിതാ സമാഹാരമായ മഹായാനം എഴുത്തുകാരി ഗ്രേസിക്ക് നൽകി പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആലുവയിൽ കവി ശിവൻ മുപ്പത്തടത്തിന്റെ പ്രഥമ കവിതാ സമാഹാരമായ മഹായാനം എഴുത്തുകാരി ഗ്രേസിക്ക് നൽകി പ്രകാശനം നിർവഹിച്ചു. ോടെ നമുക്ക് ഈ പരിപാടി സന്നദ്ധമാക്കാം. ഇന്ന് ഒരുപാട് പേര് സ്വീകരിച്ചിട്ടുണ്ട്, ഉൾക്കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ അതിനുശേഷം ഇപ്പോൾ കാര്യമായിട്ടൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. ആ കവിത ഇതിനകത്തുണ്ട്. അപ്പം ഞാൻ വായിച്ച് നോക്കിയപ്പോൾ എനിക്ക് ശിവനെ പറ്റി ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു നൈർമല്യമാണ്, നല്ല മനസ്സ്, പെരിയാറിൻ്റെ വിശുദ്ധി പോലെയുള്ള ഒരു മനസ്സ്. ഇപ്പം പെരിയാറിനെ വയലാറ് ഒരു കാലത്ത് പർവ്വതനിരയുടെ പനിനീരെന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ പർവ്വതനിരയുടെ കണ്ണുനീരാണ്. കാരണം പെരിയാറിന് ഓരോ ദിവസം ഓരോ നിറം. ഞാനൊക്കെ ഫിസിക്സ് പഠിച്ച് വെള്ളത്തിന് നിറമില്ലാതാണ്. പക്ഷെ പെരിയാർ പറയുന്ന ഓരോ ദിവസം ഓരോ നിറമാണ്. അതൊക്കെ കെമിക്കൽ ഫാക്ടറികളും പല ഉത്തരവാദികളുണ്ട്, അതിൽ കിടക്കേണ്ട കാര്യമില്ല. പക്ഷെ അടിസ്ഥാനപരമായിട്ട് പരിസ്ഥിതിയെ പറ്റിയും കാലാവസ്ഥയെ പറ്റിയും വളരെയധികം ആശങ്കയും ആകുലതയും കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ് ശിവൻ എന്ന് ഈ സമാഹാരം വായിച്ചാൽ മനസ്സിലാവും. സാംസ്കാരിക സമ്മേളനം അൻവർ സാദത്ത് MLA ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പൽ ചെയർപേഴ്സൺ സൈജി ജോളി, വൈസ് ചെയർമാൻ ഫാസിൽ ഹുസൈൻ, ഡോക്ടർ ശാന്തകുമാരി, സേവ്യർ പുൽപ്പാട്, ശിവൻ മുപ്പത്തടം എന്നിവർ സംസാരിച്ചു. മരണത്തിന് കീഴടങ്ങിയിട്ട് ചുഴിയിൽപ്പെട്ട്, അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടി 2000 ജനുവരി 1-ാം തീയതി ഇവിടെ പുഴയിൽ ഞാൻ എഴുതി സ്ഥാപിച്ച കവിതയാണ് എൻ്റെ മക്കളെ. മക്കളോട് പെരിയാർ നദി ഇവിടെ കുളിക്കാനിറങ്ങുമ്പോൾ ശ്രദ്ധിച്ച് കുളിക്കണം, ഇവിടെ ചുഴിയും ഒക്കെ ഉണ്ട്, അത് ശ്രദ്ധിക്കാതെ അത് പരിഗണിക്കാതെ കണ്ട് കുളിച്ചവർക്കൊക്കെ അപകടം പറ്റിയിട്ടുണ്ടെന്ന് പറയുന്ന ഒരു കവിതയാണ് രചിച്ചത്. 25 കൊല്ലമായി ഇപ്പോൾ ഈ കവിത ഇവിടെ സ്ഥാപിച്ചിട്ട്. 25 കൊല്ലമായിട്ട് ഇവിടെ മരണനിരക്ക് വളരെ കുറഞ്ഞു എന്നുള്ളത് കവിതയുടെ ശക്തി എന്ന് പറയാൻ പറ്റില്ലെങ്കിലും സർവശക്തനായ ദൈവത്തിൻ്റെ ശക്തിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ 25 വർഷം തികയുന്ന ഈ വേളയിൽ ആലുവ മണൽപ്പുറം ഈ പുഴയുടെ നദിക്കരയിൽ വെച്ച് എൻ്റെ പ്രഥമ കവിതാ സമാഹാരമായ മഹായാനം എന്ന കവിതാ സമാഹാരം പ്രകാശനം നിർവഹിക്കുകയാണ്. മഹായാനം എന്ന കവിതയുടെ പേര് തന്നെ ഈ നദിയെപ്പറ്റിയാണ് എഴുതിയിരിക്കുന്നത്. നദിയുടെ പൊല്യൂഷനെ പറ്റിയും ഒക്കെയാണ് ആ കവിത.